ഇറ്റ്സ് മീ തഫ്സീറ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ ഈ ഷോർട്ട് വീഡിയോയിൽ കാണുന്ന ഈ സേവ് ദ ഡേറ്റ് എന്നുള്ള കാർഡ് ഉണ്ടല്ലോ, ആ കാർഡ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഒരുപാട് സേവ് ദ ഡേറ്റ് കാർഡുകൾ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ അപ്ലോഡ് ചെയ്താണ്, വേണ്ടവർ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ക്യാൻവ ആപ്പാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഉള്ളവർ അതെടുക്കുക, അല്ലാത്തവർ ഡൗൺലോഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ അധികം സേവ് ദ ഡേറ്റിനും ഫ്രെയിം വർക്കിനൊക്കെ ക്യാൻവ ആപ്പാണ് യൂസ് ചെയ്യൽ. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ മുകളിൽ സെർച്ച് ബാറിൽ നമുക്ക് സേവ് ദ ഡേറ്റ് എന്ന് അല്ലെങ്കിൽ സേവ് ദ ഡേറ്റ് കാർഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ സേവ് ദ ഡേറ്റ് എന്നാണ് എഴുതി കൊടുക്കുന്നത്. അപ്പോൾ അതുപോലെ പല സൈസിൽ നമുക്ക് വരും കേട്ടോ. ഈ ക്യാൻവ ആപ്പിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ഈസിയാണ്. ഏത് അറിയാത്തവർക്കും പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. ചെയ്യാനും എളുപ്പമാണ്, കാണാനും നല്ല ഭംഗിയുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിനെ പറ്റിയൊരു ഐഡിയ ഇല്ലാത്തവർക്കും കൂടി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ ഭയങ്കര ഈസി ആയിട്ട് തോന്നും. അപ്പോൾ അതിൽ ഞാനൊരു സേവ് ദ ഡേറ്റ് കാർഡ് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് സെലക്ട് ചെയ്യുന്നുണ്ട്, കണ്ടോ, ഇതാണ്. അപ്പോൾ മുകളിൽ സേവ് ദ ഡേറ്റ് എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെപ്പറേറ്റ് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അതിൻ്റെ സെൻറ്ററിൽ ഒരു പിക്ക് ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് മുകളിൽ ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ വരും. അപ്പോൾ താഴെ ഡിലീറ്റ് ഇമേജ്, ഡിലീറ്റ് ഫ്രെയിം എന്നുണ്ടാവും. അപ്പോൾ ഏതാണ് ഡിലീറ്റ് ആക്കേണ്ടത് വെച്ചാൽ അത് ഡിലീറ്റ് ആക്കി കൊടുക്കും. അപ്പോൾ ഞാൻ പിക്ക് ഡിലീറ്റ് ആക്കി. അപ്പോൾ ആ ഫ്രെയിം അവിടെ ഉണ്ട്, സർക്കിൾ ഫ്രെയിം. ഇനി അതിലേക്ക് ഗാലറിയിൽ നിന്ന് ആ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്താലും ഗാലറി പോവും. അതിൽ നിന്ന് നമുക്ക് ഏത് പിക്കാണ് വേണ്ടത് വെച്ചാൽ ആ പിക്ക് ഞാൻ ഇതിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫ്രെയിം, അതായത് സർക്കിൾ ഫ്രെയിമിലോട്ട് ഈ ഒരു പിക്ക് അതിൽ ആഡ് ആവും. അപ്പോൾ ഒരു സർക്കിളായിട്ട് നിൽക്കും. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു സേവ് ദ ഡേറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ആക്കാം, അല്ലെങ്കിൽ നമുക്ക് വേറെ ഫോണ്ട് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ട ഫോണ്ടാണ്, അതുകൊണ്ട് ഞാൻ ചേഞ്ച് ചെയ്യുന്നില്ല, അതുതന്നെ മതി. പിന്നെ ഇതിൻ്റെ താഴെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഡേറ്റിൽ നമുക്ക് സേവ് ദ ഡേറ്റ്, ഏത് ഡേറ്റാണ് കറക്റ്റ് ഡേറ്റ് വെച്ചാൽ അത് എഴുതി കൊടുക്കുക കേട്ടോ. ഓക്കെ, പിന്നെ അതിൻ്റെ താഴെയുണ്ടും എഴുതാൻ, അതിലും ക്ലിക്ക് ചെയ്താൽ നമുക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ മുകളിൽ ഞാൻ ഡേറ്റ് കൊടുത്തു. പിന്നെ താഴെ എവിടെ വെച്ചാണ്, ഇപ്പോൾ വെഡ്ഡിങ്ങിൻ്റെ സേവ് ദ ഡേറ്റ് ആണെങ്കിൽ വെഡ്ഡിങ് എവിടെയാണ് എന്നുള്ളത് ഓഡിറ്റോറിയത്തിലാണോ, അങ്ങനെ ഓഡിറ്റോറിയത്തിൻ്റെ നെയിം കൊടുത്തിട്ട് അങ്ങനെ എഴുതി കൊടുക്കുക. അപ്പം ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അറ്റ് ഓഡിറ്റോറിയം എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇനി നമുക്കത് സേവ് ആക്കാം. അപ്പോൾ ഇതാണ് ക്യാൻവയിൽ നമുക്ക് സേവ് ദ ഡേറ്റ് ഈ ഒരു കാർഡ്, സേവ് ദ ഡേറ്റ് എന്നുള്ള ഒരു കാർഡ് ഉണ്ടാക്കാൻ ഇത്ര പണിയുള്ളൂ കേട്ടോ. അപ്പോൾ പിക്കൊക്കെ എക്സ്ട്രാ ഞാൻ ആഡ് ചെയ്തതാണ് ഒന്നുകൂടെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ക്യാൻവ ആപ്പിൽ സെർച്ച് ബാറിൽ A3 ഡോക്യുമെൻ്റ് എന്നാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ A3 ഡോക്യുമെൻറ്റിൽ ഞാൻ ബ്ലാങ്ക് പേജാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ബ്ലാങ്ക് പേജിലോട്ട് നമ്മളിപ്പോൾ സേവ് ദ ഡേറ്റ് എന്നുള്ളൊരു കാർഡ് ഉണ്ടാക്കിയല്ലോ, അതുപോലെ കാലണ്ടറിൻ്റെ ഒരു കാർഡ് വേണം, ഇൻഷാ അല്ലാ കാർഡ് വേണം, പിന്നെ ഒരു കപ്പിൾ കാർട്ടൂൺ ഫോട്ടോ അത് വേണം, അല്ലെങ്കിൽ അവരുടെ കപ്പിൾ ഫോട്ടോ ഉണ്ട്, ഒറിജിനൽ ഫോട്ടോ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. അപ്പോൾ ചിലർക്കൊന്നും ഇങ്ങനെ ഇഷ്ടമുണ്ടാവില്ലല്ലോ ഫോട്ടോ ആഡ് ചെയ്യാൻ. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് നമ്മൾ ഈ കപ്പിൾ കാർട്ടൂൺ ഫോട്ടോ ആഡ് ചെയ്യുക. അപ്പോൾ അത് വേണം. പിന്നെ എന്താണ്, അവരുടെ നെയിം രണ്ടും വെച്ചിട്ട്, പിന്നെ വി ആർ ഗെറ്റിംഗ് മാരീഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ട്, അങ്ങനെ ഒരു 5-6 കാർഡുകൾ വേണമല്ലോ. അതൊക്കെ നമുക്ക് ഈ A3 ഡോക്യുമെൻറ്റിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ സൈസൊക്കെ എത്ര വേണമെന്നുള്ളത് ഇതിൽ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ചിന്തിച്ചിട്ട് ചെയ്യേണ്ട പരിപാടിയാണ്. അപ്പോൾ ചെറുതാക്കി ചെയ്താൽ ചെറിയ കാർഡായിരിക്കും, കുറച്ചും കൂടെ വലുപ്പം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വലുതാക്കി കൊടുക്കുക, അങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ സേവ് ദ ഡേറ്റ് കാർഡ് നിങ്ങൾ താഴെ കണ്ടല്ലോ, അതാണ് നമ്മൾ ഉണ്ടാക്കിയ കാർഡ്. അപ്പോൾ അതിൻ്റെ താഴെ ഞാൻ തേഴ്സ്ഡേ എന്നും കൂടെ ജസ്റ്റ് ഒന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ കാണിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഈ ഒരു 2-3 കമൻറ്റ് ഉണ്ടായിരുന്നു, എങ്ങനെയാണ് ഈ കപ്പിൾ കാർട്ടൂൺ ഫോട്ടോ എങ്ങനെ എടുക്കുക, ഏതിൽ എടുക്കുക, അതെങ്ങനെയാണ് എന്താണ് ബാക്ക്ഗ്രൗണ്ടിൽ സെറ്റ് ചെയ്യുക, ഈ സേവ് ദ ഡേറ്റ് ഉണ്ടാക്കുമ്പോൾ എങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ സെറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇന്ന് തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നാളത്തേക്ക് ഇൻഷാ അല്ലാ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ആക്കാം കേട്ടോ. ഇങ്ങനെ സംഭവം ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളത്, ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യല്ല, കപ്പിൾ ഫോട്ടോ എങ്ങനെ ഉണ്ടാക്കിയിട്ട് ചെയ്യുക എന്നുള്ളത്, ബാക്ക്ഗ്രൗണ്ടിൽ സെറ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കറക്റ്റാക്കി കൊടുക്കുക എന്നുള്ളത് കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ചെയ്യണം. നമുക്കൊരു ഐഡിയ വെച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ എന്നൊക്കെ ആകുമ്പോൾ ഈ ഒരു സൈസിലാണ് നല്ലത്. പിന്നെ നമ്മൾ ഡേറ്റ് കലണ്ടറൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി വലുത് വേണം. അങ്ങനെയൊക്കെ ഒരു ഐഡിയക്ക് അനുസരിച്ച് ചെയ്യാം.
അപ്പോൾ അതിലേക്ക് ആഡ് ചെയ്താൽ പിന്നെ A3 ഡോക്യുമെൻറ്റിലാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് പിന്നെ ഫുള്ളായതിനു ശേഷം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുറച്ച് ഭാഗം ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാം. ഇതുപോലെ സ്റ്റിക്കറുകളോ അങ്ങനെയൊക്കെ ആഡ് ചെയ്യാം, നമുക്ക് ഫില്ലാക്കാം കേട്ടോ. അപ്പോൾ അത്രയും ഭാഗം വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെ ഇത് ഫുള്ളായാലും നമുക്കിത് സേവ് ആക്കാം. മുകളിൽ കാണുന്ന താഴേക്കുള്ള ആരോ ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് സേവ് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. പിന്നെ അത് ഗാലറിയിൽ ഉണ്ടാവും. പിന്നെ അത് നമ്മൾ നേരെ കൊണ്ടുപോയിട്ട് പ്രിൻ്റ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനിവിടെ പ്രസ്സിലാണ് പ്രിൻ്റ് എടുക്കലുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ പ്രിൻ്റ് എടുത്തതിന് ശേഷം പിന്നെ കട്ട് ചെയ്യുക. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഇതുപോലെ സെറ്റ് ചെയ്യുക. ഓരോ കാർഡുകളും നല്ല ഭംഗിയിൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കസ്റ്റമേഴ്സിന് നല്ല സംതൃപ്തി കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ കാണുക വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, താങ്ക്